ഞാനൊന്നും മറന്നിട്ടില്ല. എനിക്കത് സേതുങ്കൾ മരിച്ച ദിവസം മാത്രമല്ല, കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ട ദിവസം കൂടിയാണ്. മോളെ, ഈ വാശി ഉപേക്ഷിച്ചൂടെ? മോൾക്ക് പോകാതിരുന്നൂടെ? എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുക. താനും മോളും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടോ. എന്നെ ഉപേക്ഷിച്ച് പോകരുത് പ്ലീസ്. ഇനി സച്ചേട്ടൻ എന്നെ തടഞ്ഞ പിന്നെ ഞാനും മോളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. സ്വന്തം ഭാര്യയെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയാത്ത നീ ഒരാളാണോടാ? അർച്ചനയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ സമയത്ത് പരിഹരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അവളെയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് കയറിപ്പോകരുത്. അച്ഛാ, അച്ഛാ. ഈ സങ്കടങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. മരിച്ച അച്ഛന് വേണ്ടി ബലിയിടേണ്ടത് ജീവിച്ചിരിക്കുന്ന എല്ലാ മക്കളുടെയും കടമയാണ്. അതിനൊക്കെ എത്രയും വിഷമിക്കാൻ തിരിക്കുന്നു. നമുക്ക് ആ കടയിൽ പോയി ചൂട് ദോശയും ചമ്മന്തിയും കഴിച്ചാലാ. എന്നാലും എന്റെ അച്ഛന്റെ ശ്രാദ്ധത്തിന്റെ ഒരിത്തിരി ആഹാരം എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അല്ലെങ്കിലും നിന്റെ അളിയിൽ ഇച്ചിരി പിടപ്പ് കൂടുതലാണ്. അയാൾ എന്ത് പറഞ്ഞാലും നീ അവിടെ നിന്ന് ഇച്ചിരി ഇഡലിയും സാമ്പാറും കഴിച്ചിട്ട് പോന്നാ മതിയായിരുന്നു. അത് പോട്ടെ, സാരമില്ല. അനുപേട്ട അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഇത്രയും നാളായിട്ടും അവളെ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ നീ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിലെങ്കിലും കാണുന്നുണ്ടല്ലോ. ഒരു ദിവസം അതുപോലെ നീ അർച്ചനെ നേരിട്ട് കാണും.